and welcome to our Jimmile Onam celebration vlog. ഇന്ന് ഞങ്ങളുടെ ജിമ്മിലെ ഓണം സെലിബ്രേഷൻ ആണ് ആൻഡ് ഞങ്ങളെല്ലാവരും ഇവിടെ റെഡി ആയിട്ട് വന്ന് നിൽക്കുകയാണ്. നമ്മൾ കുറച്ച് നേരത്തെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ ജിമ്മിനുള്ളിലേക്ക് കയറിയപ്പോൾ ഇവിടെ കുറച്ച് ആൾക്കാർ പൂക്കളമൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറച്ച് നേരം പൂക്കളം ഇടുന്നതൊക്കെ ഒന്ന് നോക്കി നിൽക്കുകയായിരുന്നു. ആൻഡ് ഇവിടെ കുറച്ച് പേര് ഇവിടെ ലൈറ്റിലൊക്കെ കുറച്ച് പൂക്കളൊക്കെ ഹാങ് ചെയ്തിടുകയും അങ്ങനത്തെ കുറച്ച് ഡെക്കറേഷൻ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രോഗ്രാംസ് ഒന്നും സ്റ്റാർട്ടായിട്ടില്ല. ജസ്റ്റ് ഇവിടുത്തെ ആദ്യമുള്ള ഡെക്കറേഷൻ പരിപാടികളും പൂക്കളം ഇടിയിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ആൾക്കാരൊക്കെ വരുന്നതേ ഉള്ളായിരുന്നു. അപ്പം നമ്മുടെ ഈ ഓണം സെലിബ്രേഷൻ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. കൂടെ ബെൽ ബട്ടണോട് എനേബിൾ ചെയ്യുക. സോ ദാറ്റ് ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അങ്ങനെ നമ്മുടെ ജിമ്മിലെ പൂക്കളം ഇടിയിലും അതേപോലെ ചെറിയ ചെറിയ ഡെക്കറേഷൻ പരിപാടികളും അതൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ പ്രോഗ്രാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാം. അപ്പോൾ ഞങ്ങളിവിടെ കുറേ നേരം ഇരുന്ന് കുറച്ച് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുക്കാമെന്ന് കരുതി. ആൾക്കാരൊക്കെ വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും വന്നതിന് ശേഷമാണ് നമ്മൾ പ്രോഗ്രാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പൂക്കളത്തിൻ്റെ ഫൈനൽ ലുക്ക്. അടിപൊളിയായിട്ടില്ലേ കാണാനായിട്ട്. ഇനി നമുക്ക് ഈശ്വര പ്രാർത്ഥനയാണ് ഫസ്റ്റ്. സർവസംസ്കൃതമൂർത്തേ ഭവൽപാദം സർവയാമിനെ ഞങ്ങൾ നയിക്കുന്നേ ശരണാർത്ഥം. അടുത്തതായിട്ട് നമ്മൾ ഓണ പരിപാടി ഔപചാരിക ഉദ്ഘാടനം ചെയ്തതായിട്ട് നമ്മുടെ ജിമ്മിലെ ട്രെയിനറെ എല്ലാവരെയും കണ്ടുകൊണ്ടിയുമായി അഭിയെ ക്ഷണിച്ചു കൊടുക്കും. അപ്പം നമ്മുടെ ഓണം സെലിബ്രേഷൻ്റെ പ്രോഗ്രാംസ് ഒക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. ആദ്യം തന്നെ ഈശ്വര പ്രാർത്ഥന ഉണ്ടായിരുന്നു. പിന്നെ ചെറിയൊരു വിളക്കൊക്കെ കത്തിച്ച് ചെറിയൊരു ഉദ്ഘാടന പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഫസ്റ്റ് ഇവൻറ്റ് വന്നിട്ട് പുഷപ്പ് ചലഞ്ചാണ്. പല കാറ്റഗറി ആയിട്ടായിരുന്നു കേട്ടോ മത്സരം ഉണ്ടായിരുന്നു. അണ്ടർ 18 ഉള്ളവരുണ്ടായിരുന്നു. ആൻഡ് അതേപോലെ പിന്നെ വെയ്റ്റിൻ്റെ വെച്ചിട്ടായിരുന്നു കേട്ടോ. 65 kg ബിലോ ഉള്ളവർ, 65 kg എബോ ഉള്ളവർ, അങ്ങനെ പല കാറ്റഗറിയിലായിട്ടായിരുന്നു കേട്ടോ നമ്മുടെ പ്രോഗ്രാംസ് ഒക്കെ. പ്രേക്ഷകരുടെ ആരവങ്ങൾ വാനുയരുമ്പോൾ കിളിയുടെ കണ്ണുകളിൽ രൗദ്രം. ഓരോ പുഷപ്പും ഈ ഓണത്തിന് മഹാബലി പാതാളം ചവിട്ടി കയറി വന്നതുപോലെ 76 പുഷപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാ ഓരോ പുഷപ്പുകളും എല്ലാവരും നല്ലൊരു കൈ കൊടുത്ത് ഇതിനെ പ്രോത്സാഹിപ്പിച്ചേ. നമ്മളെല്ലാവരും നല്ലൊരു കൈ കൊടുത്തേ. കൈകളികളുടെ എണ്ണം കൂടുമ്പോൾ വിവരടിക്കുന്ന പുഷപ്പുകളുടെയും എണ്ണം കൂടും. അങ്ങനെ നമ്മുടെ വിപിനും പുഷപ്പ് ചലഞ്ചിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് വരികയാണ്. ഇനി കുറേ ഇവൻറ്റ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെ എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലേഡീസിനും ജെൻസിനും അങ്ങനെ പലതരം ഇവൻറ്റ്സ് ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഡംബൽ ഹോൾഡിങ് ചലഞ്ചൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ വീഡിയോ എനിക്ക് മിസ്സായിപ്പോയി. അതാണ് കേട്ടോ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നത്. അങ്ങനെ ഉച്ചയ്ക്ക് ഒരു 1 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. സദ്യയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഇവിടെ സദ്യക്ക് കഴിക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി സദ്യയൊക്കെ കഴിച്ചിട്ട് കാണാം. സദ്യ കഴിഞ്ഞതിന് ശേഷം മേഘയുടെയും പൂജയുടെയും കുറച്ച് പാട്ടും അതേപോലെ വേറെ കുറച്ച് പരിപാടികളും ഈവൻറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വഴിയെ കാണിച്ചു തരാം. അപ്പോൾ സദ്യ കഴിച്ചിട്ട് വരാം കേട്ടോ.
കൊച്ചു കൊച്ചു പൂവിൻ്റെ ചില്ല് വെച്ച ചിറകിൽ ഒരു നീളം തിങ്കളെ നീ ഉദിച്ചു. കൊച്ചു കൊച്ചു പൂവിൻ്റെ ചില്ല് വെച്ച ചിറകിൽ ഒരു നീളം തിങ്കളെ നീ ഉദിച്ചു. നിന്റെ പറക്കാത്ത പാവയ്ക്കും പാവാട തുമ്പിക്കും ഉയരിന്റെ ഊഞ്ഞാലയാകുന്നു ഞാൻ. നിന്നോട് മിണ്ടാതെ ഉറങ്ങുക ഞാൻ. കണ്ടു കണ്ടു കൊതി കൊണ്ടു നിന്നു കുയിലേ കുയിലേ കുഞ്ഞിക്കുയിലേ. മഞ്ഞു പോലെ മഴ പെയ്തു നിന്നെ ഉണർത്താം ഞാനുണർത്താം. ആരും കാണാതെ ആരുണർത്തയില്ല പിന്നെയും പൂവിടുമോ. ചാടും പൂവിട്ട് നെഞ്ചോട് ചേർന്നിടുമോ. കാണാതെ ആരുണർത്തയില്ല പിന്നെയും പൂവിടുമോ. താഴപ്പുറമേയും കന്നിനിലാവേ ഇനിയും വരുമോ തിരുവോണം. തുളസിയുമായി ഇതിലേ വരുമോ ധനുമാസം. ഒന്ന് തൊട്ടാൽ മനസ്സിനുള്ളിൽ ഒന്ന് തൊട്ടാൽ മനസ്സിനുള്ളിൽ ഒരു പാട്ടിൻ ശ്രുതിയാവാൻ ഒരു മോഹം മാത്രം. അങ്ങനെ നമ്മൾ സദ്യയൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ചു നേരം എല്ലാവരുടെയും പാട്ടൊക്കെ കേട്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പൊ പാട്ടൊക്കെ കഴിഞ്ഞ് കുറെ ആൾക്കാർ പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പാട്ടൊക്കെ കഴിഞ്ഞ് നമ്മുടെ അടുത്ത ഗെയിം വരുന്നത് കസേരകളിയാണ്. ആസ് യൂഷ്വൽ ആദ്യം എല്ലാവരും ലേഡീസ് എല്ലാവരും കൂടെ കസേര കളിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പൊന്നിതൾ പൂവേ പൊന്നാരപ്പൂവേ പൊന്നാവണിയായി പൂത്തുമ്പി പെണ്ണേ പൂക്കാലം വന്നേ പൂന്തേനുണ്ടു നീ. പൂക്കാവടിയാടേണ്ടേ പൊന്നൂഞ്ഞാലാടേണ്ടേ പൂങ്കാറ്റിൻ തേരേറിവാ. തിരുവോണമുണ്ടേണ്ടേ തിരുവാതിരയാടേണ്ടേ താളത്തിൽ ചാഞ്ചാടിവാ. പൂക്കാവടിയാടേണ്ടേ പൊന്നൂഞ്ഞാലാടേണ്ടേ പൂങ്കാറ്റിൻ തേരേറിവാ. തിരുവോണമുണ്ടേണ്ടേ തിരുവാതിരയാടേണ്ടേ താളത്തിൽ ചാഞ്ചാടിവാ. ജസ്റ്റ് മിസ്സിന് നമ്മളെ കസേരകളിയുടെ കപ്പ് നമ്മുടെ കയ്യിൽ നിന്ന് പോയി ഗൈസ്. എന്നാലും ഇതൊക്കെ അടിപൊളി ഫണ്ണായിട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത ഗെയിം വന്നിട്ട് ബലൂൺ ചവിട്ടി പൊട്ടിക്കലാണ്. ഇവിടെ കട്ടപ്പ ചെയ്യുമോ ഇത്രയും ചതി എന്ന് എനിക്കറിയത്തില്ല.
ഇവിടെ നല്ല ആവേശകരമായ ബലൂൺ ചവിട്ടിപ്പൊട്ടിക്കൽ മത്സരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പൂജ മറിഞ്ഞ് താഴെ വീണിട്ടും അതിലൊന്നും പതറാതെ അടിപൊളിയായിട്ട് തന്നെ കളിച്ചു കേട്ടോ. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഇവരുടെ ഒരു ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഡാൻസ് കഴിഞ്ഞ് പിന്നെ വടംവലിയായിരുന്നു. അപ്പൊ അതായിരുന്നു നമ്മുടെ ഫൈനൽ പ്രോഗ്രാം വന്നിട്ട്. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വ്ലോഗ്, ഒരു ഓണം സെലിബ്രേഷൻ വ്ലോഗ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും and അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. കൂടെ ബട്ടനോട് എനേബിൾ ചെയ്താൽ സ്വതാക്കേണ്ടത് എല്ലാ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ സീ യു ദെൻ ബൈ.